ഹലോ, ഊണ് തയ്യാർ. കുറേ ദിവസങ്ങളായി വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ചെയ്തൊരു കറി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല, കക്കയിറച്ചി ഫ്രൈ. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ: ഒരു പിടി വെളുത്തുള്ളി, കുറച്ചധികം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 3 തണ്ട് വേപ്പില, 5 പച്ചമുളക്, വെളുത്തുള്ളി പോലെ തന്നെ ഇഞ്ചിയും കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. വലിയൊരു പീസ് ഇഞ്ചിയാണ് എടുത്തത്. ഒരു സവാള, 10 കൊച്ചുള്ളി, 1/2 കിലോ കക്കയിറച്ചി നല്ലതുപോലെ കഴുകി ക്ലീൻ ചെയ്തെടുത്ത് വരുമ്പോഴേക്കും അതിലെ മണ്ണും പോയി അതിൻ്റെ ഉള്ളിലതും കളഞ്ഞു വരുമ്പോഴേക്കും ക്വാണ്ടിറ്റി ഒന്ന് കുറഞ്ഞു വരും. ഒരു പാൻ വെച്ച് അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കക്കയിറച്ചി ഇട്ട് ആവശ്യത്തിന് ഉപ്പും കക്കയിറച്ചി ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് അടച്ചു വെച്ച് 5 മിനിറ്റ് ഒന്ന് വേവിച്ചു. വെജിറ്റബിൾസ് ഒന്ന് ചതച്ചെടുക്കണം. ഈ സമയം നമ്മുടെ കക്കയിറച്ചി വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമെല്ലാം പറ്റി വന്നപ്പോഴേക്കും അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും സവാളയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച്, ഞാനിത് പുഴയുടെ അരിയിൽ നിന്നും വാങ്ങിയതുകൊണ്ട് ഫ്രഷ് കക്കായാണ് കിട്ടിയിരിക്കുന്നത്. ഇത് അടച്ചു വെച്ച് കുറച്ച് നേരം വേവിച്ച് വീണ്ടും ഒന്ന് തുറക്കുമ്പോഴേക്കും നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം വെന്ത് വന്ന് വെള്ളവും പറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഈ വെളിച്ചെണ്ണയിൽ തന്നെ ഇനി സോട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. മാക്സിമം വെള്ളം ഡ്രൈ ആക്കി എടുക്കണം. ഇപ്പോൾ ഡ്രൈ ആയി വരുമ്പോഴേക്കും കക്കയിറച്ചി പൊട്ടുന്ന സ്വരം കേൾക്കാൻ പറ്റും. ഇതെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോഴേക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. മസാല ഒന്ന് മൊരിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മുടെ കക്കയിറച്ചി ഫ്രൈ റെഡിയാവും. ഇത് ചോറിനെ കൂടെ കഴിക്കുന്നതിലും നല്ലത് വെറുതെ തിന്നുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക. എൻജോയ് യുവർ ലഞ്ച്.